In this video, we can discuss about the drug. What is the definition? What are the different name or nomenclature of the drug? Sources of drug and what are the source for drug? Now, coming to the definition of drug. The drug came from a French word, drogue, which means a dry herb. Previously, the drug is defined as a single active chemical entity present in a medicine that is used for diagnosis, prevention, treatment and cure of a disease. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം ഒരു ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ്, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ് ഓർ ക്യൂർ ഓഫ് എ ഡിസീസ്. പക്ഷേ പല കാര്യങ്ങളും ഈ ഒരു ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആവുന്നില്ല. അപ്പോൾ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഡയഗ്നോസിസിനല്ല, പ്രിവെൻഷനല്ല, ട്രീറ്റ്മെന്റിനല്ല. അപ്പോൾ അത് ഡ്രഗ് ആണ്, പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം അതിൽ ഇൻക്ലൂഡഡ് അല്ല. അതുപോലെ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്ന സാധനങ്ങൾ, അതും ഈ പറയുന്ന പോലെ ഒരു ഡിസീസ് അല്ല. ഒന്നാമത്തെ കാര്യം, ക്യൂർ ഓഫ് ഡിസീസിന് മാത്രം യൂസ് ചെയ്യുന്നതാണ് ഡ്രഗ് എന്നാണ് ഈ ഡെഫിനിഷൻ പ്രകാരം ഉള്ളത്. പക്ഷെ അതും ഒരു ഡെഫിനിഷൻ പ്രകാരം പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഡിസീസ് അല്ല. പക്ഷെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒക്കെ ഡ്രഗിൽ വരുന്നതാണ്. സോ in order to include that kind of drugs, WHO redefined the definition of drug as drug is any substance or product that is used or intended to be used to modify or explore a physiological system or a pathological state for the benefit of the recipient. But ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസോ ഡ്രഗോ ആയിരിക്കാം, അത് യൂസ് ചെയ്യുന്നതായിരിക്കാം, വിച്ച് ഈസ് ഓർ ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു ബി യൂസ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസിബോ എന്ന് പറയുന്ന സാധാരണ ക്ലിനിക്കൽ ട്രയലുകളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ്. പല ആൾക്കാർക്കും മരുന്ന് കഴിച്ചു കഴിഞ്ഞാലേ രോഗം മാറുള്ളൂ എന്ന് മനസ്സിലൊരു ധാരണ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വെറുതെ ഒരു ഡ്രഗ് ഇല്ല, പക്ഷെ ടാബ്ലറ്റ് ആണ്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഇല്ലാത്ത സാധനങ്ങൾ കൊടുക്കുക. സോ ദാറ്റ് ഈസ് ദ ഇന്റൻഡ് ടു ബി യൂസ് ചെയ്യാന്ന് അവരെ ധരിപ്പിക്കുന്നതായിരിക്കാം. ഓർ വിച്ച് ആർ യൂസ് ടു മോഡിഫൈ ഓർ എക്സ്പ്ലോർ. സാധാരണ ഉന്നത ഡെഫിനേഷൻ പ്രകാരം ക്യൂർ ചെയ്യുന്നതായിരുന്നു അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതായിരുന്നു. ഇവിടെ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയും ഡ്രഗ് ആയിട്ടാണ് എടുക്കുക. ഡയഗ്നോസിസിന് ആൻജിയോപ്ലാസ്റ്റി പോലെ, അങ്ങനെ ആൻജിയോഗ്രാമ പോലെയുള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റൻസൊക്കെ ഡ്രഗിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ടു എക്സ്പ്ലോർ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ആണ് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. അപ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ആയിരിക്കാം, അല്ലെങ്കിൽ പാത്തോളജിക്കൽ സ്റ്റേറ്റിനെ ക്യൂർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. എനിവേ ഇറ്റ് ഹാസ് ടു ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ റെസിപ്പിയൻ. ആ എടുക്കുന്ന ആൾക്കാർക്ക്, ഡ്രഗ് കഴിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. Now, how we will name the drug, or what are the different names or drug nomenclature? There are three names for the drug: chemical name, non-proprietary name and proprietary name. Okay, എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ലാബിൽ, ഒരു ഡ്രഗിന്റെ ലാബിൽ നിന്ന്. ഓക്കെ, ഇത് നമുക്ക് സ്ഥിരമായിട്ട് അറിയുന്ന ഒരു ഡ്രഗാണ് ഡോളോ 500. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഡോളോ 500 എന്ന് പറഞ്ഞ പേരുണ്ട്, പാരസെറ്റമോൾ ടാബ്ലറ്റ് IP എന്ന് പറഞ്ഞ പേരുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ രണ്ട് പേര് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ജനറിക് നെയിം അല്ലെങ്കിൽ നോൺ പ്രൊപ്രൈറ്ററി നെയിം എന്ന് പറയുന്നത്. ഇത് IP എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഏത് ഡ്രഗും ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന ഒഫീഷ്യൽ ബുക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോളുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു ഡ്രഗ് ആയിരിക്കും ഇത് IP എന്ന് പറയുന്നത്. ഓക്കെ, ഡോളോ 500 എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം ആണ്. ഇവിടെ മൈക്രോ ലാബ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് ഇവിടെ അത് മാനുഫാക്ചറർ. അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു നെയിമാണ് ഡോളോ 500 എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയിം അവരുടെ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ടാണ് പ്രൊപ്രൈറ്ററി നെയിം എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡാണ്. ഈ നെയിം വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നോൺ പ്രൊപ്രൈറ്ററി നെയിം എല്ലാവർക്കും നിർബന്ധമായിട്ടും അവരുടെ ഡ്രഗിന്റെ മുകളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ വേറൊരു ലാബിലാണ് ഇവിടെ സുക്രാൾഫേറ്റ്, കാരാഫേറ്റ്.
ഇതിൽ കാരാഫൈറ്റ് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം ആണ്. സുക്രാൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ജനറിക് നെയിം ആണ്. സുക്രാൾഫേറ്റ് എന്ന് പറയുന്നത് പെപ്റ്റിക് അൾസർ കണ്ടീഷൻസിൽ കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. നെയിം, കെമിക്കൽ നെയിം, നോൺ പ്രൊപ്പറേറ്ററി ഓർ ജനറിക് നെയിം, പ്രൊപ്പറേറ്ററി ഓർ ബ്രാൻഡ് നെയിം. Okay, so first one is chemical name. It will describe the substance chemically by IUPAC name. What is IUPAC? This is the International Union of Pure and Applied Chemistry. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള നെയിമുകളാണ്, വലിയ ലെങ്തി ആയിട്ടുള്ള നെയിമുകളായിരിക്കും. സോ ഇറ്റ് cannot be used for prescribing in prescription or which cannot be used clinically. And one more important thing is this will be same in all the country in the world. ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നെയിമാണ്. അപ്പോൾ ഏത് കൺട്രി പോയി കഴിഞ്ഞാലും ഈ നെയിമാണ് ഉണ്ടായിരിക്കുക. ഒരു എക്സാമ്പിൾ ആണ് പ്രൊപ്പനലോൾ. അതിന്റെ കെമിക്കൽ നെയിം നമ്മൾ പറയാണ് എന്നുണ്ടെങ്കിൽ 1-isopropylamino 3,1-naphthyloxypropan 2-ol. അത്രയും വലിയ പേരാണ്. അതുകൊണ്ട് നമുക്ക് ഈ നെയിം സ്വാഭാവികമായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കലി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ that will be there in official books and this will be same in all country. ഏത് കൺട്രി പോയി കഴിഞ്ഞാലും ഈ കെമിക്കൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സാധനമേ ഉണ്ടാവുള്ളൂ. Okay, now coming to second one, non proprietary name or generic name. This is the name accepted by competent scientific body or authority. For example, in US state adopted name by US Air Council, and in British approved name by BAN Council. Okay, so ഇത് ഓരോ കൺട്രിയിലും അവരുടെ സ്വന്തം നെയിം ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മളൊരു ഇന്റർനാഷണൽ പ്രൊപ്പറേറ്ററി നെയിം എന്ന് പറയുന്നത്, റെക്കമെൻഡഡ് ഇന്റർനാഷണൽ പ്രൊപ്പറേറ്ററി നെയിം എന്ന് പറയുന്നത് WHO ഫിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, non-proprietary name of newer drug are kept uniform by the agreement to use the recommended international non-proprietary name or RINN in all the member or country of WHO, and this name will be same in a country. ഒരു കൺട്രിയിൽ ഈ ഒരു പേര് സെയിം ആയിരിക്കും. എക്സെപ്ഷൻസുകളുണ്ട്. പഴയ ഡ്രഗ്സുകൾക്കും ഒന്നിൽ കൂടുതൽ ജനറിക് നെയിമുകളുണ്ട്, അല്ലെങ്കിൽ നോൺ പ്രൊപ്പറേറ്ററി നെയിം ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെപ്പിരിഡിൻ ആൻഡ് പെത്തിഡിൻ ആർ സെയിം. Lidocaine, another generic name is lignocaine. Lidocaine വേറൊരു പേരാണ് lignocaine or lidocaine എന്ന് പറയുന്നത്. Okay, until the drug is included in pharmacopoeia, the non-proprietary name also called as approved name. Pharmacopoeia included ആവുന്നത് വരെ അത് ജനറിക് നെയിം ആയിട്ട് സാധാരണഗതിയിൽ അക്സെപ്റ്റഡ് അല്ല. അപ്പോൾ അതുവരെ നമ്മൾ അതിന് അപ്രൂവ്ഡ് നെയിം എന്നാണ് പറയാം. ആഫ്റ്റർ ഇറ്റ് അപ്പിയർ ഇൻ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഇറ്റ് ബിക്കം ദ ഒഫീഷ്യൽ നെയിം ഓർ non-proprietary or generic name, which cannot be used. Now coming to third one, proprietary name or brand name, which is assigned by the manufacturer and is his property or trademark. സാധാരണ മാനുഫാക്ചറർ ആരാണോ അവർ കൊടുക്കുന്ന പേരാണ് പ്രൊപ്പറേറ്ററി നെയിം എന്ന് പറയുന്നത്. One drug may have multiple proprietary name even in same country with different manufacturer. ഒരു കൺട്രിയിൽ തന്നെ ഡിഫറെന്റ് മാനുഫാക്ചറേഴ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഒരു ഡ്രഗിന് തന്നെ പല പേരുകൾ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ അറ്റനലോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ആണ്, അതിന്റെ പല ബ്രാൻഡുകളാണ്. അറ്റലോൾ, അറ്റ്കാഡിൽ, അറ്റ്കോർ, അറ്റൻ, ബീറ്റാകാർഡ്, ലോനോൾ, ടെനലോൾ, ടെനോർമിൻ, ഇതൊക്കെ പല പല കമ്പനി, പല പല മാനുഫാക്ചറേഴ്സുകൾ നെയിം ചെയ്തിട്ടുള്ള അവരുടെ ബ്രാൻഡ് നെയിമുകളാണ്. യൂഷ്വലി ദ പ്രൊപ്പറേറ്ററി നെയിം ആർ ക്യാച്ചി, ഷോർട്ട്, easy to remember and often suggestive. എപ്പോഴും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ അവരുടെ മാനുഫാക്ചറേഴ്സിനെ അവരുടെ ബ്രാൻഡ് നെയിമിനെ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒരു സിമ്പിൾ ക്യാച്ചി ആയിട്ട് ഈസി റിമെമ്പറിങ് ആയിട്ടുള്ള പേര് കൊടുത്തിട്ടായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പേരുകളായിരിക്കും പ്രൊപ്പറേറ്ററി നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ബ്ലഡ് പ്രഷർ കുറക്കാനുള്ള ഒരു ഡ്രഗാണ്. ഇതൊക്കെ ബ്ലഡ് പ്രഷർ കുറക്കാനുള്ളതാണ്, അറ്റലറോൾ, അറ്റ്കോഡ്, ബിറ്റാകാർഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലോ പ്രഷർ എന്ന് പറയാൻ നെയിം ഇട്ടു. അങ്ങനെയുള്ള പേരുകൾ ഉണ്ടായിരിക്കും. ബട്ട് ജനറലി ഡിഫർ ഇൻ ഡിഫറെന്റ് കൺട്രി. ഈ ജനറിക് നെയിം വിൽ ബി ബ്രാൻഡ് നെയിം വിൽ ബി ഡിഫർ ഇൻ ഡിഫറെന്റ് കൺട്രി. ഫോർ എക്സാമ്പിൾ ടിമലോൾ മാലിയേറ്റ് ഐ ഡ്രോപ്പ് വിച്ച് ഈസ് മാർക്കറ്റഡ് ആസ് ടിമോപ്റ്റിക് ഇൻ USA and Glucomol in
ഇന്ത്യ. രണ്ട് ഒരേ ഐ ഡ്രോപ്പ് ആണ്, രണ്ട് പേരിലാണ് യു എസിലും ഇന്ത്യയിലും അവർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. Even same manufacturer may market the same drug under different brand name in different country. ഒരു കൺട്രിയിൽ ഒരു ബ്രാൻഡ് നെയിം മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിഫറെന്റ് കൺട്രിയിലോട്ട് പോകുന്ന സമയത്ത് ഡിഫറെന്റ് ബ്രാൻഡ് നെയിമുകൾ അവർ ഇടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് വൺ ടിമോട്ടിക് ആസ് വെൽ ആസ് ഗ്ലൂക്കോമോൾ ഫോർ ടിമലോൾ മാലിയേറ്റ് ഐ ഡ്രോപ്സ്. Now let's see what are the difference between chemical and generic and proprietary name. Chemical name is given by IUPAC. Generic name is the name which is already included in the official book or of Indian Pharmacopoeia. അതിന് മുന്നേ ഉള്ള നെയിമുകളാണെങ്കിൽ അത് കോമ്പിറ്റന്റ് അതോറിറ്റി കൊടുത്തിട്ടുള്ളതായിരിക്കാം. ആൻഡ് ബ്രാൻഡ് നെയിം ഈസ് അസൈൻഡ് ബൈ മാനുഫാക്ചറർ. Chemical name is usually lengthy and not suitable for using in prescribing and clinically. Generic name short but not attractive and not easy to remember, and proprietary name catchy, short and easy to remember, often suggestive. And chemical name is same in all the country in the world, and generic name same in the country, some except some old drugs, and proprietary name multiple proprietary name in same country. So this is some example of different name. This is the common one, acetaminophen or paracetamol. This is the generic name. Its chemical name is N-acetyl para-aminophenol, and its brand name is Calpol, Dolo, Feppanil. Now aspirin, acetyl salicylic acid is the generic name, chemical name, and proprietary name, different brand name are Ecospirin, Dispirin, etc. And another example, metformin, N-dimethyl imido dicarbonimidic diamide is the chemical name, and glyciphage and glucophage are brand name. Now coming to the sources of drugs. എവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഡ്രഗിൻ്റെ സോഴ്സസുകൾ എന്നുള്ളതാണ്. Mainly classified, the sources of drug is mainly classified into natural and synthetic. Natural like plant, animals, mineral, microorganism and human, and synthetic chemical synthesis or by other technique like cell culture, recombinant DNA and hybridoma technology. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നിലോട്ട് വരുന്ന ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദമാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും വരും അല്ലേ. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഇൻ അലോപ്പതി ഓർ മോഡേൺ മെഡിസിൻ വി ആർ യൂസിങ് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് ഫ്രം ആൻഡ് പ്ലാന്റ് ഓർ അനിമൽ സോഴ്സ്, നോട്ട് ഹോൾ ദ ഡ്രഗ്. നമ്മൾ എല്ലാ ഡ്രഗും കൂടി മിക്സ് ചെയ്തിട്ടുള്ള എടുക്കുന്നത്. അതിലുള്ള ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണോ അത് മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രഗിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് API ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നൗ ഫസ്റ്റ് വൺ ഈസ് പ്ലാന്റ്. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ plant parts or product from different parts like seeds, stems, root, leaves, resin or other part that yield these products. For example is alkaloids drugs like morphine from opium, pilocarpine, and glycosides like digoxin from digitalis. These are the some sources from plant. Second one is animal source, usually from glandular product from the animal. Example are insulin, which is from pancreas of bovine or porcine, then vaccine from animal cultivated viral vaccine, vitamins, vitamin A from cod liver oil. Next one is mineral like iron, gold, aluminum salt. This iodide can be used in goiter, iron for anemia, gold for arthritis, and aluminum hydroxide and magnesium trisilicate like in antacid. ജലൂസിൽ അതുപോലെ തന്നെ ഡാജിൻ പോലെയുള്ള ടാബ്ലറ്റിലൊക്കെ ഉള്ളത് അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ് ഒക്കെയാണ് അതിൻ്റെ ടാബ്ലറ്റിലായാലും സസ്പെൻഷൻസിലായാലും ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് മൈക്രോ ഓർഗാനിസം. നെക്സ്റ്റ് സോഴ്സ് ഈസ് മൈക്രോ ഓർഗാനിസം. എക്സാമ്പിൾ ഈസ് ആൻറ്റിബയോട്ടിക് പെൻസിലിൻ from microorganism Penicillin notatum or Penicillin chrysogenum, erythromycin from Streptomyces erythraeus. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സമയത്ത് നേരിട്ട് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം നേരിട്ട് നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് തരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്തിട്ട് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പെൻസിലിൻ പോലെയുള്ള ഡ്രഗ്സുകളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. നൗ സിന്തറ്റിക് സോഴ്സ് by laboratory duplicating the natural process and may modify the product.
Frequently, this can eliminate the side effect and increasing the potency of the drug. പല നാച്ചുറൽ സോഴ്സിനുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ലിമിറ്റഡ് എഫിക്കസി ആണ്, അതുപോലെ തന്നെ ഹൈ അഡ്വേഴ്സ് എഫക്ട്സുകളൊക്കെയാണ്. അപ്പോൾ ആ അഡ്വേഴ്സ് എഫക്റ്റിനൊക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ചില ഫങ്ഷണൽ ഗ്രൂപ്പിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഡ്രഗ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് സൾഫോണമൈഡ് ആൻഡ് ആസ്പിരിൻ. Next one is recombinant protein that are synthesized by expression of gene clone. Genetic engineering, recombinant DNA technology എന്നൊക്കെ പറയുന്ന ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യാറുണ്ട്. ഇന്റർഫെറോൺ ആൻറ്റിബോഡീസ് ആർ എക്സാമ്പിൾ. Now next one is drug information sources. നമുക്ക് എവിടെ നിന്നാണ് ഈ ഡ്രഗിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. We have mainly 3 sources. ഒഫീഷ്യൽ കോമ്പൗണ്ടിയ, നോൺ ഒഫീഷ്യൽ കോമ്പൗണ്ടിയ ആൻഡ് മിഡ്ലൈൻ. ഒഫീഷ്യൽ കോമ്പൗണ്ടിയ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ബുക്സുകളാണ്, ഗവൺമെൻറ് അതോറിറ്റീസുകൾ റിലീസ് ചെയ്യുന്ന ബുക്സുകളാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഒഫീഷ്യൽ കോമ്പൗണ്ടിയ. ദർ ആർ 2 types of official compendia, pharmacopoeia and drug formulary. Example for pharmacopoeia is Indian pharmacopoeia, US pharmacopoeia and British pharmacopoeia. അതാത് കൺട്രി അവരുടെ രാജ്യത്ത് എങ്ങനെയുള്ള ഡ്രഗ്സുകൾ, എന്തൊക്കെ ക്വാളിറ്റി ഉള്ള ഡ്രഗ്സുകളാണ് മാർക്കറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കാണ് ഫാർമക്കോപ്പിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നാഷണൽ ഡ്രഗ് ഫോർമുലറി. an എക്സാമ്പിൾ ഈസ് ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി. അതാത് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതാത് കൺട്രീസുകൾ ഇതുപോലെ തന്നെ നാഷണൽ ഫോർമുലറീസുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഇന്ന ക്വാളിറ്റി, എന്താണ്, ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് BNF എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നോൺ ഒഫീഷ്യൽ കോമ്പൗണ്ടിയ, ഇത് ഗവൺമെൻറ് അതോറിറ്റി അല്ലാത്ത ആൾക്കാർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡ്രഗ് ഇൻഫോർമേഷൻ തരുന്ന ഡീറ്റെയിൽസുകളൊക്കെയുള്ള ബുക്കുകളാണ് നോൺ ഒഫീഷ്യൽ കോമ്പൗണ്ടിയ എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി ടെക്സ്റ്റ് ബുക്സ്, ജേർണൽസ് ഓർ പീരിയോഡിക്കൽസ്. ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് ഫാർമക്കോളജി ടെക്സ്റ്റ് ബുക്ക്, നമ്മളെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ അതിന് എക്സാമ്പിളാണ്. ജേർണൽസ് എന്ന് പറയുന്നത് സാധാരണ ചിലപ്പോൾ നമ്മൾ കോളേജ് ഇറക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഇറക്കുന്നതായിരിക്കാം, ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഇറക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള പല ആരാണോ അത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് ഇറ്റ് മേ ബി ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ. സം എക്സാമ്പിൾ ഫോർ നാഷണൽ ജേർണൽസ് ആർ ഇന്ത്യൻ ജേർണൽ ഓഫ് ഫാർമക്കോളജി, Indian Journal of Physiology and Pharmacology, Indian Journal of Clinical and Pharmacology. Now international journal, some examples are Advanced Drug Delivery System, Anti-Cancer Drug, British Medical Journals, Clinical Pharmacology and Therapeutics. And next one is periodical, Indian Drug Review, Monthly Index of Medical Specialties and Current Index of Medical Specialty. These are periodicals. പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അത് റെഗുലർ ഇൻ്റർവെൽസിൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുന്ന സമയത്ത് നമ്മളെ മാർക്കറ്റിലുള്ള ഡ്രഗ്സിൻ്റെ കംപ്ലീറ്റ് ഒരു ഇൻഡെക്സ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ് ഈ പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിംസ് ആൻഡ് സിംസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരു ബുക്കാണ്, അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ആണ് സിംസ് ആൻഡ് മിംസ് എന്ന് പറയുന്നത്. മിംസ് മീൻസ് മന്ത്ലി ഇൻഡെക്സ് ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റി and current index of medical specialty. This will be published in monthly and this will be published in 3-month intervals. അപ്പോൾ ഇതിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രഗിൻ്റെ പല നെയിമിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ജനറിക് നെയിം ഉണ്ട്, അതുപോലെ തന്നെ ബ്രാൻഡ് നെയിം ഉണ്ട്. ആ ബ്രാൻഡ് നെയിമിനനുസരിച്ച് കാറ്റഗറി ചെയ്തു വെച്ചിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷനും തരുന്ന ഒരു ഒഫീഷ്യൽ ബുക്കാണ് ഈ പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത്, മീംസ് ആൻഡ് സിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്രാൻഡ് നെയിം വെച്ചിട്ടോ അല്ലെങ്കിൽ ജനറിക് നെയിം വെച്ചിട്ടോ നമുക്ക് ഇൻഡെക്സ് സെർച്ച് ചെയ്ത് നമ്മൾ ആ പേജ് നമ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും, മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ, എങ്ങനെയൊക്കെയാണ് അത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്, ആ ഒരു ജനറിക് നെയിമുള്ള പ്രൊഡക്റ്റിന് ഏതൊക്കെ രീതിയിലുള്ള ഡോസേജ് ഫോമുകളുണ്ട്, ടാബ്ലറ്റ് ആണോ, ക്യാപ്സ്യൂൾ ആണോ, സസ്പെൻഷൻസുകളായിട്ടാണോ, സിറഞ്ച് ഇഞ്ചക്ഷൻസുകളായിട്ടാണോ, ഇങ്ങനെയുള്ള ഏതൊക്കെ ഡോസേജ് ഫോംസുകളുണ്ട്, അതുപോലെ
എത്രയൊക്കെ ഡോസിലുണ്ട്, എത്രയൊക്കെയാണ് അതിൻ്റെ പ്രൈസുകൾ ഉള്ളത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ് ഈ സിംസ് ആൻഡ് മീംസ് എന്ന് പറയുന്ന ഒരു സംഗതി. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മെഡ്ലൈൻസ്. മെഡ്ലൈൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ സോഴ്സസ് ഓഫ് ഡ്രഗ്. നൗ കമ്മിങ് ടു ഇന്ത്യൻ ഫാർമക്കോപ്പിയ. എന്താണ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്നുള്ളത്? ഓക്കെ, Indian Pharmacopoeia, as per the Drug and Cosmetic Acts 1940, is an legally recognized book of standard which set quality standard for all the drugs that are manufactured, sold and consumed in India. നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതൊരു ലാബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ജനറിക് നെയിം കഴിഞ്ഞ് IP ആണോ അല്ലെങ്കിൽ ഏത് USP പ്രകാരമാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് സോൾഡ് ചെയ്ത് കൺസ്യൂം ചെയ്യേണ്ട പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ബുക്കാണ്. ഇതിൽ പ്രകാരമാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതും അതിൻ്റെ ക്വാളിറ്റി കൺട്രോളുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഡ്രഗ് മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ മസ്റ്റ് ഹാവ് ടു ബി ലാബിൾഡ് വിത്ത് ദ മാൻഡേറ്ററി നോൺ പ്രൊപ്രിയേറ്ററി ഡ്രഗ് നെയിം വിത്ത് സഫിക്സ് IP. നേരത്തെ നമ്മൾ പറഞ്ഞു, ലാബലിൻ്റെ കൂടെ ഏതാണോ ടാബ്ലറ്റ് IP ആണ് എന്നുണ്ടെങ്കിൽ IP എന്ന് നിർബന്ധമായിട്ടും ലാബിൽ ഉണ്ടാവണം. ആൻഡ് ഹൂ ഈസ് പബ്ലിഷിംഗ് ദിസ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ? Indian Pharmacopoeial Commission, which has been established as an autonomous institution under the Ministry of Health and Family Welfare, Government of India, will publish the Indian Pharmacopoeia. And where is the office? The office of commission is located at the Central Indian Pharmacopoeial Laboratory Campus, Ghaziabad. Okay, so this is some information about Indian Pharmacopoeia, and these are the different editions and the year of publications. There are now currently we are using 8th edition, which is published in 2018, and we have first edition in 1955, second edition in 1966, third edition in 1985, fourth edition in 1996, fifth edition in 2000, and sixth edition in 2010, and seventh edition is 2014. Currently we are using 8th edition of Indian Pharmacopoeia, which is published in 2018. So that is all about the different definition, classification or of the name, and the different sources of the drug and the sources of information of the drug. So hope it is clear. Thank you for watching this video.